الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അർഹമുർ-റഹീമീനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വാബോധത്തോടെ ജീവിക്കുവാൻ എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളിലും മുഅ്മിനാത്തുകളിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമീനായ റബ്ബേ, യൗമുൽ ജുമുഅയിലെ നിന്റെ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ വിശ്വാസികളായ ഞങ്ങളിതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങളുടെ ജുമുഅ നമസ്കാരവും അതിലെ പ്രാർത്ഥനയും ഖുതുബയുമെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകണേ റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങളിൽ പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്.
ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട്. ഡോക്ടർമാർ ചികിത്സ ഇനി വേണ്ടതില്ല എന്ന് പറഞ്ഞ് വീടുകളിലേക്ക് മടക്കി അയച്ച രോഗികളുണ്ട്. മരണം കാത്തു കഴിയുന്ന രോഗികളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന റഹ്മാനെ, ഈ വെള്ളിയാഴ്ചയുടെ പുണ്യം മുന്നിൽ വെച്ചുകൊണ്ട് നിന്നിലേക്ക് ഞങ്ങളിതാ കൈകൾ ഉയർത്തുന്നു. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾക്ക് നീ സമാശ്വാസം പ്രദാനം ചെയ്യുകയും പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുകയും ഞങ്ങളിൽ കടം കൊണ്ട് വലഞ്ഞ മനുഷ്യരുടെ കടം എത്രയും വേഗം വീട്ടാനുള്ള മഹത്തായ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും സാമ്പത്തിക പ്രതിസന്ധികളിൽ അകപ്പെട്ടവർക്ക് അല്ലാഹുവേ നിന്റെ ആശ്വാസവും സമാധാനവും ഇറക്കിക്കൊടുത്ത് എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ റഹ്മാൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അള്ളാഹിന്റെ അനുഗ്രഹത്താൽ തുടർ വിഷയങ്ങളാണ് പഠിപ്പിച്ചു പോന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ തുടർ വിഷയത്തിൽ നിന്നും മാറി ഒന്ന് പോവുകയാണ്. കാരണം വെള്ളം, അഗ്നി, വാഹനം, ഗ്യാസ്, തട്ടിപ്പുകൾ, ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ധാരാളം ഉപദ്രവങ്ങളിൽ മനുഷ്യർ അകപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നലെയാണ് 8ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി പാലക്കാട് ആയിഷ ബിന്ത് ഷറഫുദ്ദീൻ, നിദ ഫാത്തിമ ബിന്ത് അബ്ദുൽ സലീം, റിള ഫാത്തിമ ബിന്ത് അബ്ദുൽ റഫീഖ്, ഇർഫാന ഷെറീൻ ബിന്ത് അബ്ദുൽ സലീം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പക്കടുത്ത് പനമ്പാടത്ത് ഒരു ഹെവി വാഹനം വന്ന് ഇടിച്ച് അവരുടെ ശരീരത്തേക്ക് മറിഞ്ഞ് ആ 4 വിദ്യാർത്ഥികളും തൽക്ഷണം മരണപ്പെടുകയുണ്ടായി. ഒരു രക്ഷകർത്താവ് 2 ദിവസം മുമ്പ് തൻ്റെ 2 പിഞ്ചുമക്കളെ, നടക്കാൻ പ്രായത്തിലെത്തിയ 2 പിഞ്ചുമക്കളെ വലത് കൈയിലും ഇടത് കൈയിലും പിടിച്ച് കടപ്പുറം കാണിക്കാൻ കൊണ്ടുപോയതാണ്. അങ്ങനെ കടൽ തിരമാലകളിൽ ചവിട്ടി ഒന്ന് കുട്ടികൾക്ക് ആശ്വാസമാകട്ടെ എന്ന് വിചാരിച്ച് കടലിലേക്ക് ഇറക്കാനും വമ്പൻ ഒരു തിരമാല ആ ഉപ്പയെയും 2 മക്കളെയും കവർന്നെടുത്തുകൊണ്ട് പോയി. ഉപ്പയെ മാത്രം തിരിച്ചു കിട്ടി, ആ 2 കുഞ്ഞുമക്കളെയും തിരിച്ചു കിട്ടിയില്ല. കുറച്ച് ടീച്ചർമാർ ചേർന്ന് സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളുമായി ഉല്ലാസയാത്ര പോയതാണ്. കടപ്പുറത്ത് വിദ്യാർത്ഥികളെ നിരത്തിയിരുത്തി കടൽ തിരമാലകൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ വമ്പൻ ഒരു തിരമാല വന്ന് അതിൽ നിന്നും 3-4 കുട്ടികളെ കവർന്നെടുത്തുകൊണ്ടുപോയി. ആ ടീച്ചർമാരെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇതൊക്കെ ഈ കഴിഞ്ഞയാഴ്ച നടന്ന സംഭവങ്ങളാണ്. തീ, അതുപോലെ വൈദ്യുതി, വെള്ളം, ഇതൊക്കെ മനുഷ്യർക്ക് ധാരാളം ഉപകാരം ഉണ്ടാക്കുന്ന വസ്തുക്കളാണെങ്കിൽ പോലും അതിൽ നിന്നും ധാരാളം ഉപദ്രവങ്ങളും വരാനുള്ള സാധ്യതയുള്ള വസ്തുക്കളാണ്. വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ അനുഗ്രഹീതമായ വസ്തുക്കളെ. വെള്ളം ഒരു കൗതുകമാണ് എല്ലാവർക്കും. ആരാണെങ്കിലും കടൽ തിരമാല കണ്ടാലൊന്ന് ഇറങ്ങിപ്പോകും, കാല് നനച്ചു പോകും, ആരും പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികം. അതുപോലെ തന്നെ അഗ്നി ഇല്ല എങ്കിൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയില്ല. ഗ്യാസ്, അഗ്നി, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വൈദ്യുതി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതൊന്നും ഇല്ലാതെ നമുക്കിനി ജീവിക്കുക സാധ്യമല്ല. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന ധാരാളം ഉപദ്രവങ്ങളുണ്ട്. ഈ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ ചോദിക്കുവാൻ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മിൽ എത്ര പേർ അത് പാലിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ അക്കാര്യത്തിലേക്ക് ഒരു ശ്രദ്ധ ചെലുത്തുന്നുള്ളൂ. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന 3 പ്രാവശ്യം ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതോടെ അന്നത്തെ ദിവസം മുഴുവനും അള്ളാഹു ആ മനുഷ്യനെ കാക്കുവാൻ പ്രത്യേകം മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ബിസ്മില്ലാഹി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം പ്രാർത്ഥിക്കാറുണ്ടോ? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, ലാ യദുറു മഅസ്മിഹി ശൈഉൻ, അവന്റെ നാമം ഉച്ചരിക്കുന്നതോടുകൂടി
അഥവാ ബിസ്മി ഉച്ചരിക്കുന്നതോടുകൂടി ഒരു വസ്തുക്കളുടെയും ഉപദ്രവം ഏൽക്കില്ല. ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി, അത് ഭൂമിയിലുള്ള വസ്തുക്കളാകട്ടെ, വലാ ഫിസ് സമാ, ആകാശത്തിലുള്ള വസ്തുക്കളാകട്ടെ. ഭൂമിയിൽ അള്ളാഹ് സൃഷ്ടിച്ച വസ്തുക്കളാകട്ടെ, ആകാശത്തിൽ അള്ളാഹ് സൃഷ്ടിച്ച വസ്തുക്കളാകട്ടെ, ഒരു വസ്തുക്കളുടെയും ഉപദ്രവം ഞാൻ ഈ ബിസ്മി അള്ളാന്റെ നാമത്തിൽ ചെല്ലുന്നതോടുകൂടി എന്നെ ഏൽക്കില്ല. ഇതാര് പഠിപ്പിച്ചതാ? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതല്ലയോ? അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലയോ അള്ളാന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്? അപ്പൊ സുബഹി നമസ്കാരം കഴിഞ്ഞ് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഒന്ന് പറയാൻ 3 പ്രാവശ്യം പറയാൻ എന്താ ഇത്ര മടി? ബിസ്മില്ലാഹി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അവൻ, വഹുവ എന്ന് പറഞ്ഞ അവൻ, അല്ലാഹു, അസ്സമീ, എല്ലാം കേൾക്കുന്നവനും, അൽ അലീം, എല്ലാം അറിയുന്നവനുമാണ്. നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പറയാവൂ, എല്ലാ ദിവസവും ഞാൻ ഈ പ്രാർത്ഥന നടത്തുന്നുണ്ട്? മിക്കവരും മറന്നുപോവുക. ഈ പ്രാർത്ഥനയൊക്കെ മറന്നിട്ടാണ് നമ്മുടെ ജീവിതം. അതുപോലെ തന്നെ അതിനുശേഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, 3 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അഊദു, ഞാൻ രക്ഷ ചോദിക്കുന്നു. ബികലിമാത്തില്ലാഹി തമ്മാത്തി, അള്ളാഹുവിന്റെ പരിപൂർണ വചനങ്ങൾ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും പടച്ചവനെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു? 3 പ്രാവശ്യം. വളരെ നിസ്സാര പ്രാർത്ഥനയാണ് ഇതൊക്കെ. ഈ പറയപ്പെട്ട അഗ്നിയായാലും, ഈ പ്രിയപ്പെട്ട ഗ്യാസ് ആയാലും, നമ്മൾ കയറുന്ന വാഹനമായാലും, വിഷജന്തുക്കളായാലും, പേപ്പട്ടിയായാലും, മാരകമായി മുറിവേൽപ്പിക്കാൻ കഴിയുന്ന മൃഗങ്ങളായാലും, നമ്മൾ കാണാതെ നമ്മളെ ഉപദ്രവിക്കുന്ന ജിന്നുവർഗമായാലും, ശൈത്താൻ വർഗമായാലും, എല്ലാത്തിന്റെയും ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷകിട്ടുവാൻ അള്ളാഹുവും അള്ളാന്റെ റസൂലും പഠിപ്പിച്ചതാണ് ഈ പ്രാർത്ഥന. അതെത്ര പേര് പാലിക്കുന്നുണ്ട്? അതുപോലെ ഒരു കുഞ്ഞിനെ വീട്ടിൽ നിന്നും അയക്കുക. ഇപ്പൊ നിദാ ഫാത്തിമ എന്നെല്ലാം ഫാത്തിമ മരണയ്ക്ക്, ആയിഷ ബിന്ദു ഷറഫുദ്ദീൻ, നിദാ ഫാത്തിമ ബിന്ദു അബ്ദുൽ സലീം, റിള ഫാത്തിമ ബിന്ദു അബ്ദുൽ റഫീഖ്, ഇർഫാന ഷെരീഫ് ബിന്ദു അബ്ദുൽ സലീം, എല്ലാം മുസ്ലിം മക്കളാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള വിടരാൻ കാത്തു നിൽക്കുന്ന കുഞ്ഞുമക്കൾ. അവരെ യാത്രയാക്കുമ്പോൾ അവരുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു ബാധ്യതയുണ്ട്. ഉപ്പമാർ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാകും, പക്ഷെ ഉമ്മമാർ ആ വീട്ടിലുണ്ടാകും. ആ മക്കൾ സലാം ചെല്ലാതെ പോവുകയാണെങ്കിൽ ആയിഷയെ വിളിച്ചിട്ട് പറയാം, ആയിഷ മോളെ സലാം ചൊല്ലു. അപ്പൊ ആ വീട്ടിലുള്ള ഉമ്മാക്ക് കിട്ടി, ആ വീട്ടിലുള്ള ഉമ്മുമ്മ വല്യമ്മക്ക് കിട്ടി ആയിഷയുടെ സലാം. മോളെ ഇതുകൂടെ പറയൂ, അവളുടെ ഉമ്മ ഓർമ്മിപ്പിക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നിവിടെ പറയും മോളെ. ആ ഉമ്മച്ചിക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലയോ? മോള് മറന്നാലും ആ 13 വയസ്സുകാരി ആയിഷക്കും, നിദാ ഫാത്തിമാക്കും, റിള ഫാത്തിമാക്കും, അതുപോലെ ഇർഫാനാക്കും ഒക്കെ അതിന്റെ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാം, മോളെ അസ്സലാമു അലൈക്കും ചെല്ലും. അപ്പൊ അസ്സലാമു അലൈക്കും ചെല്ലും. മോളെ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് പുറത്തിറങ്ങൂ. എന്താ പ്രാർത്ഥന? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ? ബിസ്മില്ലാ, അള്ളാന്റെ നാമത്തിൽ. തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്നെ എന്റെ പടച്ചവനെ ഏൽപ്പിക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെ, എന്റെ ആരോഗ്യത്തെ, എന്റെ ആയസ്സിനെ ഞാൻ ആരെ ഏൽപ്പിക്കുന്നു? എന്റെ റബ്ബിനെ ഏൽപ്പിക്കുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ശക്തിയാകട്ടെ, ചലനമാകട്ടെ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നും സാധിക്കില്ല. ഈ പ്രാർത്ഥന എത്ര പേർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മക്കളെ യാത്രയാക്കുമ്പോൾ? ഉമ്മമാർക്ക് ഓർപ്പിക്കാൻ പാടില്ലയോ? ആ ഉമ്മ ഈ മകളുടെ സലാം കേട്ട് ഈ പ്രാർത്ഥനയും പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ആ ഉമ്മാക്ക് ഒരു ബാധ്യത കൂടെ ഉണ്ട്. മോളെ പോകല്ലേ കേട്ടോ, ഇതുകൂടെ അങ്ങോട്ട് പറയാം. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. ആണാണെങ്കിൽ കാ ചേർത്ത് പറയണം, പെൺകുട്ടിയാണെങ്കിൽ എങ്ങനെ പറയണം? അസ്തൗദിഉല്ലാഹ്, നിന്നെ ഞാൻ അള്ളാനെ ഏൽപ്പിക്കുന്നു. അസ്തൗദിഉല്ലാഹ് ദീനക്കി, മോളെ നിന്റെ ദീൻ, നീ ഇസ്ലാം ദീനിലുള്ള ഒരു കുട്ടിയാണ്, നീ മുസ്ലിമായ ഒരു കുട്ടിയാണ്. നിന്റെ ദീൻ അത് പരിപൂർണമായി സംരക്ഷിക്കുവാൻ അള്ളാഹുവിനെ നിന്നെ ഏൽപ്പിക്കുന്നു. അസ്തൗദിഉല്ലാഹ ദീനക്കി വ അമാനതക്കി,
നിന്റെ വിശ്വസ്തതയെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. വ അമാനത്തിക്ക് വ ഖവാതീമ അമലിക്ക്, നിന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനം മൊത്തം മോളെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. ഇതൊക്കെ എത്ര പേര് ഉമ്മമാര് പറയുന്നുണ്ട്, എത്ര വാപ്പച്ചിമാര് പറയുന്നുണ്ട്? ആകെ 1-2 മക്കളേ ഉള്ളൂ. അതിൽ കൂടുതൽ മക്കൾ വല്ലവരും ഉണ്ടോ? ഇപ്പോഴാണ് ചൈനക്കാരും ഇന്ത്യക്കാരും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ മക്കളുടെ എണ്ണം കുറച്ചത് വലിയ ആപത്തായി പോയി. 2 മക്കളിൽ ഒതുങ്ങിയത്. ഇപ്പൊ ചെറുപ്പക്കാരുടെ എണ്ണം കുറവ്. ഉള്ള ചെറുപ്പക്കാർ തന്നെ ന്യൂസിലാൻഡിലേക്കും അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും ഒക്കെ യാത്രയായിട്ട് യങ് ആയ ആൾക്കാരുടെ എണ്ണം കുറവ്. ഇപ്പൊ ചൈന ചിന്തിക്കാൻ തുടങ്ങി, ഇന്ത്യ ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ 1-ലും 2-ലും നിർത്താൻ പാടില്ല, ധാരാളം മക്കൾ വേണമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. കാലം വൈകിയപ്പോഴാണ് മനസ്സിലായത്. അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. ലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, പട്ടിണിയെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. നഹ്നു നർസുഖുഹും, ഞാനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നിങ്ങളല്ല. അള്ളാഹ് പറയുക, നഹ്നു നർസുഖുഹും, ഞാനാണ് ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇയ്യാക്കും, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും ആരാണ്? ഞാനാണ്. ഈ മക്കൾക്ക് ഭക്ഷണം കിട്ടിയാലെന്ന് ഓർത്താണോ ഈ മക്കളെ നിങ്ങൾ കൊല്ലുന്നത്? ഈ മക്കൾക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നോർത്താണോ നിങ്ങൾ ഈ മക്കളെ കൊല്ലുന്നത്? ഈ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയില്ല എന്നോർത്താണോ നിങ്ങൾ മക്കളെ കൊല്ലുന്നത്? അള്ളാഹ് പറയുന്നു, ഇതൊന്നും ചെയ്യിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളല്ല, റബ്ബായ ഞാനാണ്. ഇവിടെ ലോകത്ത് എത്ര സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾക്ക് മുഴുവനും ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്, റബ്ബ് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ റബ്ബിനെ മറന്നുകൊണ്ട് എല്ലാവരും എണ്ണം കുറച്ചു. ഉള്ള മക്കളുടെയൊക്കെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്. വെള്ളത്തിൽ പോയി മരിക്കുന്നു, അഗ്നിയിൽ പോയി മരിക്കുന്നു, വൈദ്യുതി കമ്പിയിൽ പോയി മരിക്കുന്നു, വാഹനത്തിൽ പോയി മരിക്കുന്നു. എന്ത് ചെയ്യും? ഇങ്ങനെയായി കഴിഞ്ഞാൽ സഹോദരങ്ങളെ, എന്തൊരാപത്താണ് നമ്മളെ ബാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ധാരാളം തട്ടിപ്പുകാർ ദുനിയാവിൽ വിലസിക്കൊണ്ടിരിക്കുന്നു. ഗഫൂർ ഹാജി, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ വന്ന ഏറ്റവും പ്രധാന വാർത്തയായിരുന്നു ഗഫൂർ ഹാജിയുടെ വാർത്ത. 596 പവൻ ഒരു മന്ത്രവാദിനിയെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഗൾഫ് വ്യവസായിയല്ലേ സഹോദരങ്ങളെ? ഗഫൂർ ഹാജി ഈ വേറും കേരളത്തിൽ ഒതുങ്ങിക്കൂടിയ ഒരു വ്യവസായി അല്ലല്ലോ. ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും കണ്ട് അവിടെയൊക്കെ വ്യവസായം നടത്തിയ ഒരു മനുഷ്യനല്ലയോ? ആ മനുഷ്യൻ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ വീണു പോകാൻ പാടുണ്ടോ? മന്ത്രവാദിനിയുടെ എന്തെല്ലാം തട്ടിപ്പുകളാണ്. 3 സ്ത്രീകളും ഒരു പുരുഷനും ചേർന്നാണ് ഗഫൂർ ഹാജിയെ വീഴ്ത്തിയത്. 3 സ്ത്രീകൾ, എല്ലാം 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളായി. 3 സ്ത്രീകളും. ഈ പുരുഷൻ 40 വയസ്സിൽ താഴെയുള്ളവനാ. ചെന്നിട്ട് സ്വർണം ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ 12 ബന്ധുക്കളിൽ നിന്നും കളക്ട് ചെയ്താണ് ഈ സ്വർണം കൊടുത്തത്. 12 ബന്ധുക്കളിൽ നിന്നും കളക്ട് ചെയ്താണ് ഗഫൂർ ഹാജി 596 പവൻ സംഘടിപ്പിച്ച് ഇവരെ ഏൽപ്പിച്ചത്. എന്ത് വ്യവസായ, എന്ത് ബുദ്ധിയാണ് സഹോദരങ്ങളെ. സാധാരണ ആലോചിച്ചെടുക്കുന്നത് സ്വർണം എന്ന് പറയുന്ന സാധനം ഇരട്ടിപ്പിക്കുക, മന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്ത് വിശ്വാസമാണ്? നമുക്കത് മനസ്സിലാകുന്നില്ല. എന്തൊരാപത്തിലാണ് നമ്മൾ ചെന്ന് വീഴുന്നത്. ഹണി ട്രാപ്പ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ഒരാളുടെ കയ്യിൽ കുറച്ച് പൈസ എത്തിയെന്നറിഞ്ഞാൽ ഈ ബിരുദന്മാരും ബിരുദികളും എങ്ങനെയും അറിയും. ഈ ഹണി ട്രാപ്പ് വിദഗ്ധന്മാരും വിദഗ്ധകളും. ഞങ്ങളുടെ നാട്ടിലെ ഒരു നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു. ഇവിടെ കല്യാണത്തിന് വിളിച്ചാലും, ഏത് പെൺകുട്ടിയുടെ കല്യാണത്തിന് വിളിച്ചാലും 10,000 രൂപ കൊണ്ടുപോയി ആ വീട്ടിൽ കൊണ്ടേ സുബഹിയാവുമ്പോഴേ ഏൽപ്പിക്കും. വിളിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നെ മറന്നുപോയോ എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യൻ കൊണ്ട് 10,000 കൊണ്ടേ കൊടുക്കും. റമദാൻ മാസമാകുമ്പോൾ എല്ലാ വീടുകളിലും, എല്ലാ അരൂക്കുറ്റി പഞ്ചായത്തിൽ എത്ര മുസ്ലിം വീടുണ്ടോ അത്രയും മുസ്ലിം വീട്ടിൽ ഇവരുടെ സ്വതക്ക സക്കാത്തുകൾ എത്തും. ആരെങ്കിലും വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ അവർ അവിടെ കൊടുക്കാതിരിക്കുകയുള്ളൂ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു രോഗി തളർന്നു കിടപ്പുണ്ട് എന്ന് കേട്ടാൽ 3000 ആ രോഗിക്ക്, അല്ലെങ്കിൽ 5000. ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടാൽ അവിടെ അപ്പോൾ ആ ഹോസ്പിറ്റൽ ചെലവ്. ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് പോയ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നും മൂത്ത മകൻ ഇതുപോലെ ഏതോ ഒരു ട്രാപ്പിൽ വീണില്ല. സുബഹിയായപ്പോൾ കേൾക്കുന്നു ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണം? ഈ മനുഷ്യൻ ലിക്വിഡ് മണിയായിട്ട് എപ്പോഴും 10-25 ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിക്കാറുള്ള മനുഷ്യനാണ്. കാരണം അവിടെ ആർക്കെങ്കിലും ഈ പറഞ്ഞ മാതിരി സ്ഥലത്തൊക്കെ അത്യാവശ്യമായി സ്ഥലം വിൽക്കേണ്ടി വന്നാൽ ഇദ്ദേഹം കൊണ്ട് അഡ്വാൻസ് കൊടുക്കും. കാരണം ചിലപ്പോൾ കുടുങ്ങിയിട്ടാണല്ലോ ഈ സ്ഥലമൊക്കെ വിൽക്കുന്നത്. ഇദ്ദേഹം അങ്ങനെ പറ്റിച്ചെടുക്കുകയൊന്നുമില്ല. ആ സ്ഥലത്തിന്റെ അപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്താണോ, വില എന്താണോ, ആ വില കൊടുക്കാൻ തയ്യാറായി അദ്ദേഹം എടുക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു 25-30 ലക്ഷം ലിക്വിഡ് മണിയായിട്ട് അദ്ദേഹം സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ ഈ നാട്ടുകാർക്ക് മുഴുവനും ഉപകാരിയായ ഒരു മനുഷ്യൻ
സുബഹിയായപ്പോൾ കേൾക്കുന്നു, എല്ലാവരും കേട്ട വാർത്ത. അന്ന് സുബഹിക്ക് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ കേട്ട വാർത്ത ഇതാ: ഇന്ന വീട്ടിലെ ഇന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പണവും സ്വർണവും ഒക്കെ ഇതുപോലുള്ള ഏതോ ഹണി ട്രാപ്പ് വിദഗ്ധന്മാർ അടിച്ചുകൊണ്ട് പോയതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും അവകാശമില്ലാത്ത വിധം. പക്ഷെ അത് വാർത്ത പുറത്തേക്ക് വന്നില്ല. ഇതാണ് മനുഷ്യന്. എങ്ങനെയെങ്കിലും വീടുപോകും. ഒരിക്കലും സ്ത്രീ സൗന്ദര്യത്തിൽ കുടുങ്ങി വീടുപോകല്ലേ. ഏതെങ്കിലും പരിചയമില്ലാത്ത സ്ത്രീകളുടെ കോളുകൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യല്ലേ. സ്ത്രീയാണ് മറുതറക്കൽ എന്ന് കേട്ടാൽ അത് അപ്പൊ തന്നെ കട്ട് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. അല്ലെങ്കിൽ വീണുപോകും. മധുര വർത്തമാനം, കിഞ്ചന വർത്തമാനം, കാഞ്ചന വർത്തമാനം, വീണുപോകും മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നീ നേരം വെളുത്തു കഴിഞ്ഞാൽ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും 3 സൂറത്തുകൾ പാരായണം ചെയ്യണം. അള്ളാഹ് പറഞ്ഞു, 3 സൂറത്തുകൾ പാരായണം ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ നീ ആ നമസ്കാര മുസല്ലയിൽ നിന്നും എഴുന്നേറ്റ് പോകാവുള്ളൂ. അതിൽപ്പെട്ട ഒരു സൂറത്താണ് ഖുത്ബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിയത്. ഏതാണ് ആ സൂറത്ത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാതാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. എല്ലാ നമസ്കാരത്തിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്ന് ഈ പറയപ്പെട്ട സൂറത്തും ഇതിന്റെ തൊട്ടടുത്ത് വരുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും തൊട്ട് താഴെ വരുന്ന ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തും, ഈ 3 സൂറത്തുകളും ഓതി തസ്ബീഹും ദിക്റും ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമേ മുസല്ലയിൽ നിന്നും എഴുന്നേക്കാവൂ. അള്ളാന്റെ പ്രത്യേക കൽപ്പനയാണ്. അള്ളാന്റെ റസൂലിലൂടെ നമ്മെ പഠിപ്പിച്ച കൽപ്പനയാണ്. എന്താണ് അതിന്റെ അർത്ഥം? അർത്ഥം കേൾക്കുമ്പോൾ മനസ്സിലാകും ഇത് ശരിയാണ് എന്ന്. ഖുൽ, നബിയെ പറയുക, അഊദു, ഞാൻ രക്ഷ ചോദിക്കുന്നു, ഞാൻ ശരണം ചോദിക്കുന്നു, ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ നാഥനോട്. ഫലഖ്, ഫലഖ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയങ്ങളിൽപ്പെട്ട ഒരു സമയമാണ് പ്രഭാത സമയം. ഈ പ്രഭാത സമയം കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത പല സൂറത്തുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വസ്സുബ്ഹി ഇദാ അസ്ഫർ, പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അത് തന്നെയാണ് സത്യം. കേട്ടിട്ടില്ലയോ? വസ്സുബ്ഹി, അത് സുബ്ഹ് എന്നാണ് അവിടെ പ്രയോഗിച്ചത്. ഒരു സ്ഥലത്ത് പ്രയോഗിച്ചത് വൽ ഫജ്ർ, ഫജ്ർ എന്നാണ് പ്രയോഗിച്ചത്. ഇവിടെ പ്രയോഗിച്ചത് വൽ ഫലഖ്, പൊട്ടിവിടരുന്ന പ്രഭാതം. ആ പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ ചോദിക്കുക പ്രവാചകരെ. എന്തിൽ നിന്ന് രക്ഷ ചോദിക്കുക? മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ഉപദ്രവത്തിൽ നിന്നും. അഗ്നി ഉപദ്രവമാണ്, ഞാൻ പറഞ്ഞല്ലോ. ഗ്യാസ് ഉപദ്രവമാണ്, നന്മയുണ്ട് തിന്മയുണ്ട്. വെള്ളം നന്മയുണ്ട് തിന്മയുണ്ട്. ജിന്നുവർഗം നന്മയുണ്ട് തിന്മയുണ്ട്. ശൈത്താൻ തിന്മ മാത്രമേ ഉള്ളൂ. ശൈത്താനിൽ നന്മയില്ല, അവനിൽ നിന്ന് ഇത് മാത്രമേ ഉള്ളൂ, തിന്മ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഉപദ്രവകാരികളാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മൊത്തത്തിൽ ചോദിക്കുക, മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും പ്രഭാതത്തിന്റെ നാഥനായ അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറയുക പ്രവാചകരെ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ എല്ലാവിധ കെടുതികളിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറയുക പ്രവാചകരെ. ഇരുട്ട് മൂടുമ്പോഴാണ് ധാരാളം ജീവജാലങ്ങൾ ഭക്ഷണം തേടിയിറങ്ങുന്നത്. പ്രത്യേകിച്ചും പാമ്പ് വർഗം ഭക്ഷണം തേടിയിറങ്ങുന്ന സമയം എപ്പോഴാണ്? രാത്രി ഇരുട്ടിക്കഴിയുമ്പോഴാണ്. അതുപോലെ പല ജീവജാലങ്ങളും പകല് വെളിച്ചത്തിൽ നടന്നാൽ മറ്റും ആൾക്കാരുടെ ഉപദ്രവം ഏൽക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ജീവജാലങ്ങളിൽ കൂടുതൽ ജീവജാലങ്ങളും ഭക്ഷണം തേടി ഇറങ്ങുന്ന സമയം ഏതാണ്? രാത്രി സമയമാണ്. ഈ രാത്രി സമയമാണ് കയ്യിൽ ഒരു വെളിച്ചം പോലും ഇല്ലാതെ നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. ഇവിടെ അള്ളാഹു പറയുന്നു, നീ എവിടെ രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തും ഈ സൂറത്ത് ഓതിയിട്ട് വേണം ഇറങ്ങാൻ. ഓതാറുണ്ടോ? സ്വന്തം മനസ്സിനോട് ചോദിക്കൂ. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ടോർച്ച് ഉണ്ടാകണമെന്നുണ്ടോ? ഇപ്പൊ മൊബൈൽ ഉള്ളത് കൊണ്ട് മൊബൈലിൽ ടോർച്ച് ഉണ്ട്, ഓക്കെ. എന്നാലും മൊബൈൽ ടോർച്ചിന്റെ വെട്ടം ഒന്ന പരിധിയിലേക്ക് കിട്ടുകയുള്ളൂ. പുറകിൽ കൂടെ ഒരു പേനായി വന്നാൽ നമുക്ക് കാണത്തില്ല. പുറകിൽ കൂടെ വേറെ ഏതെങ്കിലും ഒരു ജീവജാലം നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ പെട്ടെന്ന് നമ്മൾ കാണത്തില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ സംരക്ഷണം നിനക്ക് വേണോ? മലക്കുകളുടെ പ്രൊട്ടക്ഷൻ നിനക്ക് വേണോ?
എന്റെ പട്ടാളമാണ് മലക്കുകൾ. അള്ളാഹ് പഠിപ്പിക്കുന്നു. എന്റെ പ്രത്യേകമായി സുസജ്ജമായി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന പട്ടാളമാണ് എന്റെ മലക്കുകൾ. ആ മലക്കുകളുടെ സംരക്ഷണം നിനക്ക് വേണോ? നിനക്ക് വേണമെങ്കിൽ നീ സൂറത്ത് ഓതണം. രാത്രി ഇരുട്ട് മൂടുമ്പോഴുണ്ടാകുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. കെട്ടുകളിൽ ഊതുന്ന എല്ലാ മന്ത്രവാദിനികളുടെയും ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഗഫൂർ ഹാജി ഇത് ഓതിക്കാണാൻ സാധ്യതയില്ല. ഓതിയിരുന്നെങ്കിൽ പ്രവാസിയായ പൂച്ചക്കാട്ടെ വ്യവസായി MC ഗഫൂർ ഹാജി, അദ്ദേഹത്തിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ മന്ത്രവാദിനിയായ യുവതിയും ഭർത്താവും ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായത്. ഉദുമ മീത്തൽ മാങ്ങാട് കൂളിക്കുന്ന് സ്വദേശിനി ജിന്നുമ എന്ന KH ഷബീന 38 വയസ്സ്. ഇവരുടെ ഭർത്താവ് മധൂർ ഉളിയത്തടുക്കയിലെ TM ഉബൈസ് പൂച്ചക്കാട് മുക്കൂട് കീക്കാൻ സ്വദേശിനി അസ്നിഫ 4 വയസ്സ്. മധൂർ കൊല്ലിയ ഹൗസിൽ ആയിഷ 40 വയസ്സ്. എല്ലാത്തിനും നുബുവത്തിന്റെ പ്രായത്തിൽ താഴെയാണ്. 40 വയസ്സുള്ള ഒരുത്തി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 38, 36 ഉള്ളു. മനുഷ്യനെ കറക്കി വീഴ്ത്താൻ പ്രായമുള്ള പറ്റിയ പ്രായം അല്ലയോ? ഗഫൂർ ഹാജി വീണ് പോയില്ലയോ? അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാൻ പറഞ്ഞ ഈ സൂറത്ത് ഗഫൂർ ഹാജി ഓതിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഓതണം, ഓതിയെ പറ്റൂ. നമ്മളെ കാത്തിരിക്കുന്ന ധാരാളം കെടുതികളുണ്ട്. അതിലൊരു കെടുതിയാണ് ഈ പറഞ്ഞ കെടുതി. കെട്ടുകളിൽ ഊതുന്ന എല്ലാ മന്ത്രവാദിനികളും. നഫാസാത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുകളിൽ ഊതുന്ന മന്ത്രവാദിനി സ്ത്രീയാണ്. ഈ KH ഷബീന നഫാസാത്ത. ഈ പഠിപ്പിച്ച ഗഫൂർ ഹാജിയെ വീഴ്ത്തിയ KH ഷബീന നഫാസാത്താണ്. അള്ളാഹു പറഞ്ഞു, എല്ലാ നഫാസാത്തുകളിൽ നിന്നും നീ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. അതാണ് കണ്ടിട്ടില്ലേ? ചരടുവായി നടക്കുന്ന കുറെ ആൾക്കാർ ഒരു പണിയില്ല. എങ്ങനെ 10 മനുഷ്യരെ പറ്റിക്കാന്ന് ഓർത്താണ് അവർ ജീവിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു ചരടും കൊണ്ട് ചെന്ന്, അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടാകും ചരട്, ഓരോ ചരടിലും 12 കെട്ട് 11 കെട്ട്. ബിസ്മില്ലാ ഷൂ, ബിസ്മില്ലാ ഷൂ, ബിസ്മില്ലാ ഷൂ. 11 കെട്ടിട്ട് ഇതങ്ങോട്ട് കെട്ടിക്കോട്ടെ, ഒരു ഉപദ്രവം വരില്ല. അള്ളാഹു പറയുന്നത് കെട്ടുകളിൽ ഊതുന്ന എല്ലാ ശൈത്താന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിക്കാൻ പറഞ്ഞപ്പോഴേ നമ്മൾ ഈ കെട്ടിൽ ഊതിക്കാൻ നടക്കുക. എന്നാലോചിക്കുക, ഈ കെട്ടിൽ ഊതിക്കാൻ നടക്കുക നമ്മൾ. അള്ളാഹ് പറഞ്ഞു, കെട്ടുകളിൽ ഊതുന്ന എല്ലാ മന്ത്രവാദിനികളുടെയും ഉപദ്രവത്തിൽ നിന്നും അള്ളാഹിനോട് രക്ഷ ചോദിക്കാൻ പറഞ്ഞ അള്ളാഹ് നമ്മൾ എന്ത് ചെയ്ത് സുബൈയായപ്പോഴും ഒരു നൂലും കൊണ്ട് പോവുക, ഊതിക്കാൻ വേണ്ടി, മന്ത്രം ഊതിക്കാൻ വേണ്ടി. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്തൊരു ആപത്തിലാണ് വീണിരിക്കുന്നത് മുസ്ലിം ഉമ്മത്ത്. ഈ സൂറത്തൊക്കെ പഠിച്ചിരുന്നെങ്കിൽ വല്ല ആപത്തിലും വീഴുവോ? അള്ളാഹ് പഠിപ്പിച്ച സൂറത്ത് അല്ലെ 114 സൂറത്തുകൾ പഠിപ്പിച്ചു. അതിലൊരു ചെറിയ സൂറത്തല്ലേ ഇത്. അവസാനം എന്താ അള്ളാഹ് പറഞ്ഞ? അസൂയക്കാരൻ അസൂയ കാണിക്കുമ്പോഴുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നീ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. അസൂയക്കാരനെ നമ്മളെ ആപത്തിൽ വീഴ്ത്താൻ സാധ്യതയുള്ള ഒരാളാണ് അസൂയക്കാരൻ. നമ്മളൊരു നല്ല വീട് വെച്ചാൽ, നമുക്കൊരു കുറച്ച് നല്ല മക്കളുണ്ടായാൽ, നമുക്ക് നല്ല വാഹനമുണ്ടായാൽ, നല്ല കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായാൽ, അല്പം സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് വന്നു ചേർന്നാൽ, ചുറ്റുമുള്ള അസൂയക്കാർ ഇതെങ്ങനെ അവനെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ്. അവനെ എങ്ങനെ നാശിപ്പിക്കാം, അവന്റെ ബിസിനസിനെ എങ്ങനെ തകർക്കാം, അവന്റെ വാഹനത്തെ എങ്ങനെ ഇടിപ്പിച്ച് അവനെ നാമാവശേഷമാക്കാം, അവന്റെ ഭാര്യയെ എങ്ങനെ വഞ്ചിക്കാം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. എല്ലാത്തരം അസൂയക്കാരുടെയും അസൂയയിൽ നിന്നും നീ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. കുഞ്ഞു സൂറത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാ നമസ്കാര ശേഷവും ഈ സൂറത്ത് ഓതുക. അതുപോലെ തന്നെ വെറുതെ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ മക്കളെ കൊണ്ടും ഭാര്യയെ കൊണ്ടും ഈ സൂറത്ത് ഓതിപ്പിക്കുക. ഉഖ്ബത്ത് ബിൻ ആമിർ ഖാൽ, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലം തറ ആയാത്തിൻ ഉൻസിലത്ത് ഹാദിഹിൽ ലൈല. ഉഖ്ബ സഹാബിയ, നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഉഖ്ബ, ഈ രാത്രിയിൽ ഇറങ്ങിയ ഏറ്റവും ശ്രേഷ്ഠമായ കുറച്ച് ആയത്ത് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. ലം യറമിസ്ലഹുന്ന ഖത്തു. ഇതുപോലുള്ള ആയത്ത് അല്ലാഹ് എനിക്ക് വേറെ തന്നിട്ടില്ല. അത് ഏതാണ്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഒന്നാമത്തെ സൂറത്ത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. 2 വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, രണ്ടാമത്തെ സൂറത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഇതുപോലെ കൊച്ചു സൂറത്തുകൾ
ഏറ്റവും ശ്രേഷ്ഠമുള്ള സൂറത്തുകൾ വേറെ എനിക്ക് അള്ളാഹ് നൽകിയിട്ടില്ല. ഉഖബ, ഇത് എപ്പോഴും നീ ഓതണേ. ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും വിളിച്ചു, യാ ഉഖബ, അലയോ ഉഖബ, അലാ ഉഅല്ലിമുക സൂറത്തൈൻ മിൻ ഖൈരി സൂറത്തൈൻ, സൂറത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 2 സൂറത്ത് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ഖറഅ ബിഹിമന്നാസ്, ജനങ്ങൾ ഓതാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ 2 സൂറത്തുകൾ. ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ശരി എനിക്ക് പഠിക്കണം. ഫഅഖറഅനി, എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ ഓതി തന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് എന്ന ഒരു സൂറത്തും വഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തും. സുമ്മ ഉഖീമത്തിസ് സ്വലാത്ത്, അല്ലാഹുവിന്റെ റസൂൽ ഇത് ഓതി കഴിഞ്ഞപ്പോൾ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്തു. ഫതഖദ്ദമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഇമാം നിൽക്കാൻ കയറി. ഫഖറഅ ബിഹിമാ, ഫാത്തിഹ സൂറത്ത് ഓതിയ ശേഷം അല്ലാഹുവിന്റെ റസൂൽ ആ നമസ്കാരത്തിൽ ഓതിയത് ഈ 2 സൂറത്താണ്. സുമ്മ മർറ ബി, നമസ്കാരം കഴിഞ്ഞ് എന്റെയും കൊണ്ട് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പുറത്തേക്ക് പോയി. ഫഖാൽ, എന്നിട്ട് ചോദിച്ചു, കൈഫ റഅയ്ത യാ ഉഖബ, എങ്ങനെയുണ്ട് ഉഖബ, ആ സൂറത്ത് കേട്ടിട്ട് എങ്ങനെയുണ്ട്? നമസ്കാരത്തിൽ ഞാൻ ഓതിയല്ലോ, കേട്ടില്ലയോ? ഇഖ്റ ബിഹിമാ കുല്ലമാ നമത് വകുല്ലമാ ഖുംദ, നീ എപ്പോഴൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴും നീ എപ്പോഴൊക്കെ ഉണർന്നിരിക്കുമ്പോഴും ഈ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കണേ. നീ എപ്പോഴൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴും നീ എപ്പോഴൊക്കെ ഉണർന്നിരിക്കുമ്പോഴും ഈ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കണേ. അൻ ഉഖബത്ത് ബിൻ ആമിർ ഖാല അമറനി റസൂലുള്ളാഹി അൻ അഖറഅ ബിൽ മുഅവ്വിദാതി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നമസ്കാര ശേഷവും ഈ സൂറത്തുകൾ ഓതുവാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിക്കുകയുണ്ടായി. ഒരു ഹദീസ് കൂടെ കേട്ടോ, ലാസ്റ്റ്. വഫീ റിവായത്തി സുദ്ദി ബിൻ ഇജ്ലാൻ വഫർവത ബിൻ മുജാഹിദ് അൻഹു, ഫർവത്ത് ബിൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അലാ ഉഅല്ലിമുക സലാസ സുവരി, 3 സൂറത്ത് പഠിപ്പിച്ചു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുക. 3 സൂറത്തുകൾ. ലം യൻസിൽ ഫി തൗറാത്ത്, ആ സൂറത്ത് തൗറാത്തിൽ അവതരിച്ചിട്ടില്ല. വലാ ഫിൽ ഇൻജീൽ, ആ സൂറത്ത് ഇൻജീലിൽ അവതരിച്ചിട്ടില്ല. വലാ ഫിൽ സബൂർ, ആ സൂറത്ത് സബൂറിലുമില്ല. ഇൻജീലിലില്ലാത്ത 3 സൂറത്ത്, സബൂറിലില്ലാത്ത 3 സൂറത്ത്, തൗറാത്തിലില്ലാത്ത 3 സൂറത്ത്, വേദഗ്രന്ഥങ്ങളാണ് 3. എന്നിട്ട് പറഞ്ഞു വലാ ഫിൽ ഖുർആൻ, ഖുർആനിൽ വന്നിട്ടുണ്ട്. ആ ഖുർആനിലെ 3 സൂറത്ത്, അതിൽ ഏറ്റവും ശ്രേഷ്ഠ സൂറത്തുകളിൽപ്പെട്ട 3 സൂറത്ത് ആയതുകൊണ്ടാണ് വലാ ഫിൽ ഖുർആൻ എന്ന് റസൂൽ പ്രയോഗിച്ചത്. ബിസ്മില്ല, അതുപോലെ സൂറത്ത് ഒരിടത്തുമില്ല. ഏതൊക്കെയാണത്? ഖുൽ ഹുവല്ലാഹു അഹദ്, 1ാമത്തെ സൂറത്ത്. വഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, 2ാമത്തെ സൂറത്ത്. വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 3ാമത്തെ സൂറത്ത്. ഇത് 3 ഓതി നമസ്കാര ശേഷം പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇത് 3 ഓതി പ്രാർത്ഥിച്ചിട്ട് എല്ലാ നമസ്കാര ശേഷവും പോകാവും. അള്ളാഹിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ, മലക്കുകളുടെ പ്രൊട്ടക്ഷൻ നമുക്ക് അള്ളാഹു ഏർപ്പെടുത്തും. ഒരു ആപത്തുകളിൽ നമ്മൾ ചെന്ന് ചാടാതെ അള്ളാഹു കാത്തുകൊള്ളും. ഒരു വേപ്പട്ടിയോ ഒരു വിഷജന്തുവോ മറ്റ് ജിന്നുവർഗമോ ഷെയ്ത്താൻ വർഗമോ ഇവരുടെ എല്ലാത്തരം ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്ന സൂറത്തുകളാണ് ഈ 3 സൂറത്ത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹു കേട്ടു എന്നാണ്. സുപ്രീം കോടതി വിധി വന്നപ്പോൾ നമുക്കെല്ലാം ഒരു ആശ്വാസമായി. കീഴ്ക്കോടതികൾക്ക് സുപ്രീം കോടതി വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. പുതിയ കേസുകളും സർവേകളും മുസ്ലിം പള്ളികൾക്കെതിരെ പാടില്ല. ശക്തമായ താക്കീതാണ്. മുസ്ലിങ്ങളുടെ ആരാധനാലയം ഉണ്ടാക്കി അവിടെ പ്രാർത്ഥിക്കുന്നു, ഇബാദത്ത് നടത്തുന്നു. വർഷങ്ങളായി ഇബാദത്ത് നടത്തുന്ന ആരാധനാലയങ്ങളാണ് അത്, അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. അവിടെ ഇനി പുതിയ കേസുകളും സർവേകളുമായിട്ട് ആരും പോകണ്ട. നിലവിലെ കേസുകളിൽ ഉത്തരവിടുന്നതും തടഞ്ഞു സുപ്രീം കോടതി. കൊച്ചു കൊച്ചു കോർട്ടുകൾക്ക് എല്ലാത്തിനും ബ്രേക്ക് കിട്ടും. സിവിൽ കോടതികൾ സുപ്രീം കോടതിയുമായി മത്സരിച്ചോടേണ്ട. ജസ്റ്റിസ് വിശ്വനാഥൻ, മലയാളിയാണ്, ഒരു മലയാളി ജസ്റ്റിസാണ്. അദ്ദേഹം പറഞ്ഞു, സിവിൽ കോടതികളെ സുപ്രീം കോടതിയുമായി മത്സരിച്ചോടേണ്ട. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, കെ ബി വിശ്വനാഥൻ. സൂപ്പർ വിധിയാണ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചു, പഠിച്ചവനെ നിന്റെ ഭവനങ്ങളൊക്കെ ഇങ്ങനെ തകർക്കാൻ വരുന്ന
എല്ലാ ദുഷ്ടന്മാരിൽ നിന്നും നിന്റെ ഭവനങ്ങളെ നീ കാത്തുകൊള്ളണേ. അബ്രഹത്ത് രാജാവ് പൊളിക്കാൻ വന്നപ്പോൾ ആ ഭവനത്തെ കാത്തത് പഠിച്ചവനെ നീയാണ് ആ കൊച്ചു പക്ഷികളെ അയച്ച ഭവനത്തെ കാത്തത്. അതുപോലെ നിന്റെ എല്ലാ ഭവനങ്ങളെയും നീ കാത്തുകൊള്ളണേ എന്ന് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഇനിയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ പള്ളികളൊക്കെ നിൽക്കുന്നത് ഏറ്റവും കണ്ണായ സ്ഥലത്താണ്, കോടികൾ വിലമതിക്കുന്ന സ്ഥലത്താണ് ഈ ഭവനക്കണക്കാണ് നിൽക്കുന്നത്. ഇപ്പൊ വൈറ്റിലെ പള്ളി, അതിന്റെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ കോടി എത്രയൊന്നും ആലോചിക്കും. എത്ര കോടിയുടെ ആസ്തിയാണ് വൈറ്റിലെ പള്ളി എന്ന് പറഞ്ഞത്. ഈ പള്ളി ഇതിന്റെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ കത്തർക്കടവ് പള്ളി കോടികൾ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഭവനങ്ങളല്ലേ ഇതല്ലേ. അതുപോലെ തന്നെ പുല്ലേപ്പടി പള്ളി, ആ വസ്തുവകൾ എത്ര കോടിയുടെ ആസ്തിയാണ് സഹോദരങ്ങളെ. അപ്പൊ കോടികളിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഈ പള്ളികൾക്കെതിരെയൊക്കെ തിരിഞ്ഞിരിക്കുന്നത്, ദർഗകൾക്കെതിരെയൊക്കെ തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിരന്തര പ്രാർത്ഥനകളിൽ നമ്മൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമുക്ക് വേണ്ടി മാത്രം എന്നെ രക്ഷിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിക്കാതെ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ ഭവനങ്ങളും പടച്ചവനെ നിന്റെ എല്ലാ ഭവനങ്ങളും നീ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികളുടെ രോഗങ്ങൾക്ക് എല്ലാവിധ ആശ്വാസവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവെ, സിറിയ, അതുപോലെ തന്നെ ഫലസ്തീൻ, അങ്ങനെയുള്ള നാടുകളിൽ ധാരാളം ദുരിതമോ അനുഭവിക്കുന്ന കുഞ്ഞുമക്കളുണ്ട്, സ്ത്രീകളുണ്ട്, വിധവകളുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ റഹ്മാനെ. നെതന്യാഹുവിനെ പോലുള്ള ദുഷ്ടന്മാരുടെ കൈകളിൽ നിന്നും അവന്റെ പട്ടാളത്തിന്റെ കൈകളിൽ നിന്നും ആ പാവപ്പെട്ട മക്കളെ നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين آمين برحمتك يا أرحم